അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, ഒരു പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് കൂടി നാം പ്രവേശിച്ചിരിക്കുകയാണ്. റമദാൻ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ നാം വിശുദ്ധ റമദാൻ എന്നാണല്ലോ പറയാറുള്ളത്. ഖുർആനിനെ കുറിച്ച് പറയുമ്പോഴും വിശുദ്ധ ഖുർആൻ എന്നാണ് നാം പറയാറുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചും ഇന്നല്ലാഹ ത്വയ്യിബുൻ, അള്ളാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതേ അവൻ സ്വീകരിക്കുകയുള്ളൂ. പുണ്യങ്ങളുടെ പൂക്കാലമാണ് പരിശുദ്ധ റമദാൻ മാസം എന്ന് നമുക്കറിയാം. ധാരാളക്കണക്കായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് പ്രപഞ്ചനാഥൻ അവൻ്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കുക ആർക്കാണ്? ഹൃദയത്തെ ശുദ്ധമാക്കി വെച്ചിട്ടുള്ളവർക്കാണ്. പലതരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കാൻ ഇടയുണ്ട്. ഷിർക്ക് അതിലൊന്നാണ്. അതേപോലെ കുഫ്ർ, അതുപോലെ റിയാ, നിഫാഖ്, അതുപോലെ തന്നെയുള്ള ഒട്ടനേകം വിശ്വാസപരമായിട്ടുള്ള മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ബോധപൂർവം തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും പരിശുദ്ധ ഖുർആനും തിരുചര്യയും എങ്ങനെയാണോ അതിൽ നിന്നെല്ലാം മോചിതമാകാൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് ആ വഴിയിലൂടെ നാം മുന്നോട്ട് പോവുകയും എന്നിട്ട് ഹൃദയത്തെ അത്തരം മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കി വെക്കാനും നമുക്ക് കഴിയണം. അതുപോലെ തന്നെയാണ് ആളുകൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ നാം പുലർത്തി വരാറുള്ള സ്വഭാവങ്ങളിലെ മാലിന്യങ്ങൾ. നമ്മുടെ മനസ്സിനെ ബാധിക്കാറുള്ള അഹങ്കാരം, കിബർ, ഫഖ്ർ തുടങ്ങിയവ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടയിൽ ചിലപ്പോഴെങ്കിലും വന്നുപെടുന്ന ഗില്ല്, പക, വിദ്വേഷം, വൈരാഗ്യം പോലുള്ളത്. അത്തരം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഹൃദയത്തെ വൃത്തിയാക്കി വെക്കുകയും വിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് വേണ്ടി പ്രപഞ്ചനാഥൻ ഒരുക്കിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും, അതൊക്കെ വിശുദ്ധമായതാണ്, മലിനപ്പെടുത്താതെ സ്വീകരിക്കാൻ പാകത്തിൽ നാം ഒരുങ്ങി നിൽക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ നോമ്പും നമ്മുടെ രാത്രി നമസ്കാരവും ഖുർആൻ പാരായണവുമെല്ലാം നമുക്ക് വളരെയേറെ പ്രയോജനകരമാക്കി തീർക്കാൻ സാധിക്കും. പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.